സ്തോത്രം. 24 അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങൾ ഒരാൾ വായിക്കാം. ജോഷുവ 24-ന്റെ. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തു കൊള്ളുവീൻ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ 19-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 19. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കും. നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല, അവൻ പരിശുദ്ധനായ ദൈവം. സ്തോത്രം. ഈ 2025 തീരാൻ പോവുക. 2 മാസം കൂടെ ഉള്ളൂ. 25-ലേക്ക് കയറുന്നതിന് മുൻപ്, 26-ലേക്ക് കയറുന്നതിന് മുൻപേ ഒരുറച്ച തീരുമാനം, യോശുവയുടെ തീരുമാനം, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതൊരുടമ്പടിയാണ്. ഞങ്ങള് ഈ ദൈവത്തെ മരിക്കുന്നത് വരെ ആരാധിക്കും, നിങ്ങളുടെ കുടുംബം. സ്തോത്രം. ആമേൻ. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പണ്ട് നദിക്കക്കരെ വെച്ച് നിങ്ങൾ ആരാധിച്ച ദേവന്മാരെ ആരാധിച്ചു. സ്തോത്രം. അപ്പൊ ഇവിടെ ഒരു തീരുമാനം ഇന്ന് എടുത്തിട്ടേ പാടുള്ളൂ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ ആരാധിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ഞാൻ ശക്തമായി ദൈവത്തിന് വേണ്ടി നിൽക്കും. ആ തീരുമാനമെടുക്കുക. എന്താണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത? യോശുവ ഇങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു? ആമേ, ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് പോകാം. എനിക്ക് വരാൻ പറയാനുള്ളത് അടുത്ത വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരണ്ട. ഈ ദൈവം നിങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ ഇങ്ങോട്ട് നിങ്ങൾ എന്തിനാ വെറുതെ ഇത് ആരാധിക്കുന്നത്? നല്ലതാണെങ്കിൽ മാത്രം വന്നാൽ മതി. ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നെങ്കിൽ ഈ ആരാധന ലാസ്റ്റ് അവസാനിപ്പിച്ച് പോകാം. ചെയ്യണ്ട, വെറുതെ നമ്മൾ ഈ ദൈവത്തെ പിന്തുടരണോ? ഹല്ലേലൂയ. എന്താണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത? നമ്മൾ അതാണ് ചിന്തിക്കാൻ പോണത്. ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് യോശുവ പറഞ്ഞത്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും? നമുക്ക് 24-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോരിന്റെയും ഈ ദൈവത്തിന്റെ പ്രത്യേകതകളെ. ഒന്ന്, യോശുവ റിട്ടയർഡ് ആവുക, ശുശ്രൂഷ അവസാനിക്കുക. പുള്ളി എല്ലാരും വിളിച്ചു, ശേഖേമിൽ കൂട്ടി. ആമേ, ഇസ്രായേൽ മക്കളെ. എന്നിട്ട് അതിനകത്തു നിന്ന് 4 വിധത്തിലുള്ള നേതാക്കന്മാരെ പ്രത്യേകം വിളിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു കേട്ടോ. തലവന്മാർ, പിന്നാരാ? പ്രമാണിമാർ, ന്യായാധിപന്മാർ, മൂപ്പന്മാർ. സ്തോത്രം. ഈ 4 കൂട്ടരും ഇവരെ നടത്തുന്ന നേതാക്കന്മാരാ. ആമേ. ഈ എല്ലാരും വിളിച്ച് ശേഖേമി കൂട്ടിയിട്ട് ഈ നേതാക്കന്മാരെ പ്രത്യേകം വിളിച്ച് അവരെവിടെ വന്ന് നിന്നെന്നാ വായിച്ചേ? ദൈവത്തിന്റെ സന്നിധി, ദൈവസന്നിധിയിൽ നിന്നു. യോശുവയുടെ മുമ്പിൽ നിന്നെന്നാണോ? വിളിച്ചത് യോശുവായ, നിൽക്കുന്നത് യോശുവയുടെ മുമ്പിലാ, പക്ഷെ പറഞ്ഞൊരു ദൈവത്തിന്റെ മുമ്പിലെ നിന്നു. സ്തോത്രം. ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിങ്ങൾ എന്ത് പഠിച്ചു? നേതൃത്വ നിരയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ദൈവം മുമ്പാകെ നിൽക്കാൻ സമയം ഉണ്ടായിരിക്കണം. ദൈവം മുമ്പാകെ നിൽക്കണം. ദൈവം മുമ്പാകെ നിൽക്കാത്തവരെ മൂപ്പന്മാരാകാൻ നോക്കരുത്, പ്രമാണിമാരാകാൻ നോക്കരുത്, ന്യായാധിപന്മാരാകരുത്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു,
നമ്മുടെ ജീവിതത്തിലെ ഉയർന്ന സ്ഥാനത്ത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം മുൻപാകെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം മുൻപാകെ ജോഷുവ വിളിച്ചവരെ നിർത്തിയിരിക്കുക. എന്തിനാണ് അവരെ വിളിച്ചവിടെ നിർത്തിയിരിക്കുന്നത്? ദൈവശബ്ദം കേൾക്കാൻ, ആമേൻ. ദൈവാലോചന കേൾക്കാൻ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവം മുൻപാകെ സമയം വേർതിരിച്ച് ആ മുൻപാകെ ഇരുന്ന് ദൈവശബ്ദം കേൾക്കാറുണ്ടോ? സ്തോത്രം. കേൾക്കണം. ഇവിടെ മൂപ്പന്മാരെ അതിനെ ജോഷുവ വിളിച്ചിരുത്തി. ന്യായാധിപന്മാർ അവിടെ വന്ന് നിൽക്കുന്നു. ന്യായാധിപന്മാരെന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾക്കാരാ. പ്രമാണിമാരെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും തലക്ക് നിൽക്കുന്ന ആൾക്കാരാണ് പ്രമാണിമാരെ. മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പാസ്റ്റർമാരാണവര്. മൂപ്പന്മാരെ, ന്യായാധിപന്മാരെ എല്ലാരും ദൈവസന്നിധിയിൽ വന്നു നിൽക്കുകയാണ്. ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വന്നു നിന്നു. അതുകൊണ്ട് 2025 തീരുന്നതിന് മുമ്പേ ചില ദിവസങ്ങൾ ദൈവം മുൻപാകെ നിൽക്കാൻ സമർപ്പിക്കുക, നിൽക്കാൻ തയ്യാറാകുക. കാരണം ചില ആലോചന കേട്ടാലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചില ആലോചനകൾ ദൈവത്തിന് അറിയിക്കാനുണ്ട്, ചില അരുളപ്പാടുകൾ കൊടുക്കാനുണ്ട്. ഉടനെ ജോഷുവയാണ് പറയുന്നത്. പക്ഷെ ജോഷുവ പറയുന്നെങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, യഹോവയുടെ അരുളപ്പാട്, യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ആലോചനകൾ, ദൈവശബ്ദം ദൈവം അറിയിക്കാൻ തുടങ്ങി. എന്താണ് ദൈവം അറിയിച്ച ദൈവാലോചന, ദൈവം അറിയിച്ച ദൈവശബ്ദം എന്താണ്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം അറിയിച്ചത് ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ചാണ്. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോണേ. ഇനി നമുക്ക് വായിക്കാം, 2ഉം 3ഉം വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും നാഹോറിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കക്കരെ പാർത്ത് അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെ കൊണ്ടുവന്നു. കണ്ടോ, ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ അപ്പനായ തേരഹിനെ പണ്ട് നദിക്കക്കരയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു. ഒറ്റ വാക്കിൽ അർത്ഥം ഞാൻ പറയാൻ പോകുക. അബ്രഹാമിന്റെ അപ്പനായ തേരഹിനോട് ദൈവം ഇടപെട്ടു. ദൈവം പറയാം, ഞാൻ ഇടപെട്ടു, അവനെ നൈൽ നദിക്കക്കര നിന്നും ഞാൻ ഇടപെട്ടു ഇക്കര കയറ്റി. എന്നിട്ട് അടുത്ത വചനം കേട്ടോ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇക്കര കയറ്റിയതിന് ശേഷം ആമേൻ ദൈവം എന്ത് ചെയ്തു? സ്തോത്രം. തേരഹിനെയും അബ്രഹാമിനോടും ദൈവം ഇടപെട്ട് നദിക്ക് ഇക്കര കയറ്റി. ഇക്കര കയറ്റി കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ വാക്യം വായിച്ചേ. എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ നദിക്ക് അക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെ സഞ്ചരിപ്പിച്ച് ഞാൻ ഇടപെട്ടു. കനാൻ ദേശത്തൂടെ ഒക്കെ അവനെ സഞ്ചരിപ്പിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഇടപെട്ടു, കനാൻ ദേശത്തൂടെ എല്ലാം സഞ്ചരിച്ചു. കനാൻ ദേശം കനാന്യരുടെ ആധാര ഭൂമിയാണ്. ആ ഭൂമിക്കകത്തൂടെല്ലാം ദൈവം ഇടപെട്ട് അതിലേ ദൈവം സഞ്ചരിപ്പിച്ചു. ഇന്ന് രാത്രി എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, 1ാമത്തെ ചോദ്യം, ഇവിടെ കൊണ്ടുവന്നത് ദൈവം ഇടപെട്ടല്ലേ? ദൈവം ഇടപെട്ടിട്ടല്ലേ ഇവിടെ വന്നത്? ഈ ദേശത്തൂടെ നീ നടക്കുന്നത് ദൈവം ഇടപെട്ടിട്ടല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ചു, ദൈവ അരുളപ്പാടുകൾ, ദൈവിക ആലോചനകൾ കേൾക്കാൻ വേണ്ടി എല്ലാരും വിളിച്ച് ശേഖേമി നിർത്തിയിരിക്കുക. എന്നിട്ട് പറയാണ്, ഞാൻ ഇടപെട്ട് കനാൻ ദേശത്ത് കൊണ്ടുവന്നു. പുള്ളി തന്നെ വന്നതല്ല, ഞാൻ ഇടപെട്ട് കൊണ്ടുവന്നതാ. കനാൻ ദേശത്ത് അബ്രഹാം പാർക്കുകയല്ല, ഞാൻ ഇടപെട്ട് അവനെ അവിടെ താമസിപ്പിച്ചതാ. എന്നിട്ട് പറഞ്ഞ കേട്ടോ, ഞാൻ ഇടപെട്ടു, അവൻ ആരെ കൊടുത്തു? തലമുറയെ കൊടുത്തു. ഞാൻ ഇടപെട്ടു, അവന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിച്ചു. സ്വത്രം പറഞ്ഞേ. ആ കുടുംബത്തെ തലമുറ എന്ന അനുഗ്രഹം കൊടുത്തത് ദൈവത്തിന്റെ ഇടപെടലാ.
ദൈവത്തിന്റെ ഇടപെടല. സ്തോത്രം. ഹല്ലേലൂയ. സാറ ഒരിക്കലും പ്രസവിക്കത്തില്ല. അബ്രാഹാമിന് ഒരിക്കലും ഒരു പിതാവാകാൻ കഴിയില്ല. കാരണം 100 വയസ്സായി. 100 വയസ്സായ ഒരു അപ്പച്ചന് ഒരിക്കലും ഒരു അപ്പനാകാൻ കഴിയില്ല. 89 വയസ്സുള്ള ഒരമ്മച്ചിക്ക് ഒരമ്മയാകാൻ കഴിയില്ല. പക്ഷെ ദൈവം ഇടപെട്ട് ആ കുടുംബത്തൊരു തലമുറയെ കൊടുത്തു. സ്തോത്രം പറഞ്ഞേ. കുഞ്ഞെ, ഞാൻ ചോദിക്കട്ടെ, എല്ലാ വഴിയും അടഞ്ഞിടത്ത്, എല്ലാ വാതിലുകളും അടഞ്ഞിടത്ത്, ആർക്കും തുറക്കാൻ പറ്റാത്ത വിധം 89 വയസ്സായി ആ ശരീരത്തിന്റെ എല്ലാ സാധ്യതകളും അടഞ്ഞിടത്ത് ദൈവം ഇടപെട്ടില്ലേ? അടഞ്ഞിടത്ത് ദൈവം ഇടപെട്ടില്ലേ? ദൈവം ഇടപെട്ട് ഒരാൺകുട്ടിയെ കൊടുത്തില്ലേ? ഞാൻ ഇന്ന് രാത്രി ചോദിക്കുന്നു, ഈ ബെഗറിന്റെ പ്രദേശത്ത് ചില വഴികൾ അടഞ്ഞെടുത്തു. ഒടേ തമ്പുരാൻ ഇടപെട്ട് നിനക്ക് ചില നന്മകൾ തുറന്ന് തന്നില്ലേ? തന്നില്ലേ? സ്തോത്രം. പറയാൻ പറ്റുമോ തന്നില്ലാന്ന്? ദൈവം ഇടപെട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കേലും പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്നവർക്ക് എന്റെ ജീവിതത്തിൽ ബഹറിൽ ദൈവം ഇടപെട്ടില്ലെന്ന്? ആമേ. ദൈവവൈതലേ, ദൈവം ഇടപെട്ടു. ആ വീട്ടിൽ ഒരാൺകുഞ്ഞിനെ കൊടുത്തു. അപ്പോഴോ ഇസഹാക്ക് കല്യാണം കഴിച്ചപ്പോ ഭാര്യ മച്ചിയ. ഭാര്യയുടെ പേര് റിബേക്ക എന്നാ. മച്ചിയ. ഉൽപ്പത്തി 26 കിടപ്പുണ്ട്, വായിക്കൊന്നും വേണ്ട. ഉടനെ ദൈവം ഇടപെട്ടു. മച്ചിക്ക് 2 മക്കളെ കൊടുത്തു. സ്തോത്രം പറഞ്ഞേ. ദൈവം വീണ്ടും ഇടപെട്ടു. 2 മക്കളെ കൊടുത്തു. വീണ്ടും ദൈവം ഇടപെട്ടു. അതിൽ നിന്ന് ഒരു മകനെ എടുത്ത് ദൈവം എന്ത് ചെയ്തു? യാക്കോബ്. അതിനകത്ത് ദൈവം വീണ്ടും ഇടപെട്ടു. യാക്കോബിന് 12 മക്കളെ കൊടുത്തു. ചുരുക്കി ഞാൻ പറയാ, അങ്ങനെ ദൈവം ഇടപെട്ട് അവരിന്നൊരു ജാതിയായി മാറി. സ്വത്വം ഒരു വലിയ സമൂഹമായി മാറി. ഇന്നൊരു വലിയ രാജ്യമായി മാറി. അത് ഇന്നൊരു വലിയ വംശമായി മാറി. യോശുവ ചോദിക്കുക, ഈ ദൈവം നല്ലതല്ലേ? ഈ ദൈവം നല്ലതല്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആമേ. ഒരിക്കലും മക്കളുണ്ടാകാത്ത നിന്റെ വല്യപ്പനോട് ദൈവം ഇടപെട്ട് ഒരു തലമുറയെ കൊടുത്തു. ആ തലമുറയെ ദൈവം ഇടപെട്ട് 2 ആക്കി. ആ 2-നെ ദൈവം ഇടപെട്ട് ഒരു വംശമാക്കി. ആ വംശത്തെ ദൈവം ഇടപെട്ട് ഒരു ജാതിയാക്കി. ആ ജാതിയെ ദൈവം ഇടപെട്ട് ഒരു രാജ്യമാക്കി. ഈ ദൈവം നല്ലതല്ലേ? ഈ ദൈവം നല്ലതല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വരണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ പറഞ്ഞേ. ഈ ദൈവം നല്ലതല്ലേ? സ്തോത്രം പറഞ്ഞ. വഴി അടഞ്ഞെടുത്ത് ദൈവം ഇടപെട്ടില്ലേ? ഒരു സാധ്യത ഇല്ലാതിരുന്നിടത്ത് ദൈവം ഇടപെട്ടില്ലേ? റോമാലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കണ്ട. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിർജീവമായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വാതിലടഞ്ഞു, വഴി അടഞ്ഞു. അടഞ്ഞ സാറായിയുടെ ശരീരത്തിൽ ദൈവം ഇടപെട്ടു. അടഞ്ഞ വാതിൽ തുറന്ന് ഇസഹാക്കിനെ കൊടുത്തു. ഇസഹാക്കിന്റെ കുടുംബത്തിൽ ദൈവം ഇടപെട്ടു. റിബേക്കയ്ക്ക് 2 മക്കളെ കൊടുത്തു. സ്തോത്രം പറഞ്ഞ്. ആ കുടുംബത്തിൽ ദൈവം ഇടപെട്ടു. 12 മക്കളെ കൊടുത്തു. ആ 12 കുടുംബത്തിൽ ദൈവം ഇടപെട്ടു. അവരെ ഒരു വലിയ ജാതിയാക്കി മാറ്റി. എല്ലാരും വിളിച്ച് ശേഖേമി നിർത്തിയിട്ട് ദൈവത്തിന്റെ ഇടപെടൽ പറയുക. അതുകൊണ്ട് 2025 ജനുവരി തൊട്ട് പുറകോട്ട് നോക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട സന്ദർഭങ്ങൾ. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ ഒരെണ്ണം കേട്ടില്ലേ? ജോലിയിൽ ദൈവം ഇടപെട്ടില്ലേ? വിസയുടെ വിഷയത്തിൽ ദൈവം ഇടപെട്ടില്ലേ? ആമേൻ. ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോ ദൈവം ഇടപെട്ട് ഇവിടെ നിർത്തിയില്ലേ? ജോലി കിട്ടത്തില്ലെന്ന് വിചാരിച്ചെടുത്ത് ദൈവം ഇടപെട്ട് ഇല്ലാത്ത വേക്കൻസി ഉണ്ടാക്കി തന്നില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. എന്റെ ജീവിതത്തില് ഇവിടെ നിന്ന് മടങ്ങി പോണമെന്ന് ആഗ്രഹിച്ച പലരുമുണ്ട്. മടങ്ങി പോകേണ്ട സ്ഥാനത്ത് പിടിച്ചിവിടെ നിർത്തിയത് ദൈവത്തിന്റെ ഇടപെടലല്ലേ? ദൈവത്തിന്റെ ഇടപെടലല്ലേ? ഈ ദൈവം നല്ലതല്ലേ? അതുകൊണ്ട് യോശുവ പറഞ്ഞ പോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ഈ യഹോവയെ സേവിക്കും. രോഗം വന്നപ്പോ ദൈവം ഇടപെട്ട് സൗഖ്യം തന്നില്ലേ? സ്തോത്രം പറ. ജോലിയിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചിട്ട് ഞാൻ എങ്ങനെ ജോലി ചെയ്യുമെന്ന് ഓർത്തപ്പം അവിടെ ദൈവം ഇടപെട്ടില്ലേ?
ചില സാമ്പത്തിക വിഷയത്തില് ചില സന്ദർഭങ്ങളിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ ദൈവം ഇടപെട്ട് പലരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ട് വാതിലുകൾ തുറന്നു തന്നില്ലേ? അങ്ങനെ ഇന്ന് വരെ നീ പുറകോട്ടിറങ്ങി ദൈവത്തിന്റെ ഇടപെടലുകൾ ഓർത്തുകൊണ്ട് ആ ദൈവത്തെ ഇന്ന് രാത്രി ശക്തമായി ആരാധിക്കണം. ഒന്നുകൂടെ ഞാൻ പറയാം. അബ്രാഹാം കനാൻ ദേശത്ത് വന്നത് അബ്രാഹാമിന്റെ കഴിവല്ല, ദൈവത്തിന്റെ ഇടപെടലാണ്. ആ കുടുംബത്തിൽ ഒരു കുട്ടി ഉണ്ടായത് അവരുടെ കുടുംബ ജീവിതത്തിന്റെ പ്രത്യേകതയല്ല, ദൈവത്തിന്റെ ഇടപെടലാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ഇസഹാക്കിന്റെ വീട്ടിൽ 2 മക്കൾ ഉണ്ടായത് അവരുടെ കുടുംബത്തിന്റെ പ്രത്യേകതയല്ല, അതും ദൈവത്തിന്റെ ഇടപെടല. കാരണം റിബേക്ക മച്ചിയായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞു. സ്തോത്രം പറഞ്ഞാട്ടെ. ആ 2 മക്കളെ 12 ആക്കിയൊരു ദൈവത്തിന്റെ ഇടപെടല. ആ 12 മക്കളിൽ ദൈവം ഇടപെട്ടിട്ടാണ് അവര് വംശമായി മാറിയത്. ആ വംശത്തിൽ ദൈവം ഇടപെട്ടിട്ടാണ് ജാതിയായത്. അങ്ങനെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവം ഇടപെടാത്ത ഏതെങ്കിലും വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ? ദൈവത്തിന്റെ ഇടപെടൽ മറക്കുക. ദൈവത്തിന്റെ ഇടപെടൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഒന്നോർത്തു, ഇവിടെ ഇരിക്കുന്നത് സ്വന്തം മിടുക്കുകൊണ്ടല്ല, ഇവിടെ ജോലി ചെയ്യുന്നത് സ്വന്തം മിടുക്കുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ആയിരിക്കുന്നൊന്നും നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല. ദൈവം ഇടപെട്ട് നമുക്ക് തുറന്ന വേക്കൻസികളാണ്. ദൈവം ഇടപെട്ട് നമുക്ക് തുറന്നു കിട്ടിയ വഴികളാണ്. ദൈവം ഇടപെട്ട് നമുക്ക് തന്ന വഴികളാണ്. അങ്ങനെ ജോഷുവ ദൈവം ഇടപെട്ട ചരിത്രം ഇസ്രായേലിനെ ഓർപ്പിക്കുകയാണ് ഈ അധ്യായത്തിൽ. ഇനി വായിച്ചാട്ട, ദൈവം അവർക്ക് വേണ്ടി ഇടപെട്ട ചില അത്ഭുതകരമായ ഇടപെടലുകൾ ജോഷുവ ഓർപ്പിക്കുകയാണ്. ചില അസാധ്യമായ ഇടപെടലുകൾ. ലോകത്തിൽ ഒരു ജാതിക്കും ഇടപെടാത്ത നിലയിൽ ദൈവം ഇസ്രായേലിന് വേണ്ടി ഇടപെട്ടു. നമുക്ക് ആ വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 4-ാമത്തെ വാക്യം തുടങ്ങി വായിച്ച്. ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും ഏശാവിനെയും കൊടുത്തു, ഏശാവിന് ഞാൻ സെയീർ പർവ്വതം അവകാശമായി കൊടുത്തു. എന്നാൽ യാക്കോബും അവന്റെ മക്കളും മിസ്രൈമിലേക്ക് പോയി. പിന്നെ ഞാൻ മോശയെയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു. അതിന്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. കണ്ടോ, ദൈവം ചോദിക്കുക, എന്റെ ഇടപെടൽ മറന്നോ? 400 വർഷമായിട്ട് അഴിയാത്ത കെട്ട് ഞാൻ മോശെ അവിടെ അയച്ചു, ഞാൻ ഇടപെട്ടത് അഴിച്ചില്ലേ? സ്തോത്രം. 400 വർഷമായിട്ട് ഇസ്രയേല് മിസ്രൈമിൽ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ആ ഊരാക്കുരുക്കിനകത്ത് നിന്ന്, ആ അടിമത്തത്തിന്റെ ബന്ധത്തിൽ നിന്ന്, ആ കെട്ടുപാടിൽ നിന്ന് ദൈവം ഇടപെട്ടു. കെട്ടു പൊട്ടിച്ചു ദൈവം വെളിയിലെടുത്തു. ഹല്ലേലൂയ പറ. ദൈവവൈദ്യലേ, ഇന്ന് രാത്രി ശ്രദ്ധിക്കണം കേട്ടോ. ചില പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയാതെ കിടക്കുമ്പോൾ, ചില ബന്ധനങ്ങൾക്കകത്ത് കിടക്കുമ്പോൾ, ചില കുരുക്കിനകത്ത് കിടക്കുമ്പോൾ, ഇസ്രയേൽ 400 വർഷമായി ഫറവോന്റെ അടിമച്ചങ്ങലക്കകത്ത് കിടക്കുകയാണ്. അവിടെ ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ട ആ അടിമച്ചങ്ങല പൊട്ടിച്ച്, അതെങ്ങനെയാ ദൈവം ഇടപെട്ടത്? അസാധ്യമായ നിലയിൽ ഇടപെട്ടു. അത്ഭുതകരമായ നിലയിൽ ഇടപെട്ടു. ഇവർക്ക് വേണ്ടി ദൈവം അവിടെ 10 ബാധ അയച്ച് എന്ത് ചെയ്തു? 10 ബാധ അയച്ചിട്ട് 10ാമത്തെ ബാധ അയച്ച് ദൈവം ഇടപെട്ട് ഇസ്രായേലിനെ അവിടെ നിറക്കി മുമ്പോട്ട് കൊണ്ടുവന്നു. മുമ്പോട്ട് കൊണ്ടുവന്നപ്പോൾ ഫറവോൻ ഇവരെ എന്ത് ചെയ്തു? വീണ്ടും പുറകോട്ട് പിടിച്ചോണ്ട് പോകാനും കൊല്ലാനുമായി പുറകെ വന്നു. ഫറവോൻ വന്ന ഭാഗം ഇവിടെ എഴുതിയിട്ടുണ്ട്. പുറപ്പാട് 14-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ശക്തിയേറിയ രഥങ്ങളുമായി, ഏറ്റവും ശക്തിയേറിയ രഥങ്ങളും പട്ടാളവും ആയുധവും പോലീസും ഒക്കെയായി ഫറവോൻ വന്നു. അവിടെ ദൈവം ഇടപെട്ടു. അവിടെ ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഫറവോന്റെ ആയുധത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ അവിടെ എന്ത് ചെയ്യുമായിരുന്നു? തകർന്നു പോകുമായിരുന്നു, എന്നേക്കുമായി നശിച്ചു പോകുമായിരുന്നു. ഫറവോന്റെ പട്ടാളക്കാർ വെട്ടിക്കൊല്ലുമായിരുന്നു, പിന്നെ അടിമത്തത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമായിരുന്നു. അവിടെ ദൈവം ഇടപെട്ടു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ശത്രു നിന്നെ പിന്തുടർന്നപ്പോൾ, ശത്രുവിന്റെ ആയുധങ്ങൾ നിന്നോടടുത്തപ്പോൾ, ശത്രു നിന്നെ തകർത്ത് കളയത്തക്ക നിലയില് നിന്റെ മുമ്പിൽ വന്നപ്പോൾ ദൈവം ഇടപെട്ടല്ലേ അവിടെ നൂരിയെടുത്തത്? ദൈവം ഇടപെട്ടല്ലേ അവിടെ നിന്ന് വെളി വന്നത്?
ആ ചെങ്കടലിന്റെ തീരത്ത് ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഫറവോന്റെ ആയുധത്തിന്റെ മുമ്പിൽ നിന്ന് ഇസ്രായേൽ വിടുതൽ പ്രാപിക്കുമായിരുന്നോ? ഹല്ലേലൂയ പറഞ്ഞേ. ഫറവോന്റെ ശക്തിയുടെ മുൻപില് ഇസ്രായേൽ തകർന്നു പോകുമായിരുന്നു. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളിൽ പിശാച് നിനക്കെതിരെ വന്നപ്പോൾ, ശത്രു നിനക്കെതിരെ വന്നപ്പോൾ, പ്രതികൂലം നിനക്കെതിരെ വന്നപ്പോൾ, ശത്രുവിന്റെ ആയുധം നിനക്കെതിരെ വന്നപ്പോൾ ഒടതമ്പുരാൻ ഇടപെട്ടത് കൊണ്ടല്ലേ അത് ഏക്കാതെ പോയത്? സ്തോത്രം പറ. ദൈവം ഇടപെട്ടത് കൊണ്ടല്ലേ വിടുതൽ പ്രാപിച്ചത്? എല്ലാരും ഹല്ലേലൂയ പറ. ഒരിക്കലും മിസ്സാ കിട്ടാൻ ചാൻസ് ഇല്ലാത്തവരോട് ഇരിപ്പുണ്ടായിരുന്നു. ദൈവം ഇടപെട്ടല്ലേ അത് കിട്ടിയത്. ഒരിക്കലും ജോലി കിട്ടാൻ സാധ്യതയില്ലാത്തവർ ഇവിടെ ഉണ്ടായിരുന്നു. ദൈവം ഇടപെട്ടല്ലേ കിട്ടിയത്. ഒരിക്കലും ബഹറി നിൽക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു. ദൈവം ഇടപെട്ടല്ലേ ഇവിടെ നിന്നത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തില് പോയിട്ട് ഇങ്ങോട്ട് മടങ്ങി വരാൻ കഴിയാത്തവരുണ്ടായിരുന്നു. ദൈവം ഇടപെട്ട് മടങ്ങിക്കൊണ്ട് വന്നില്ലേ. ജോലി ഇടയ്ക്ക് പോയി പലരുടെയും ജോലി പോയിട്ട് തിരിച്ചുവിടുന്ന് നാട്ടിൽ പോകേണ്ടവരാ. വീണ്ടും ദൈവം ഇടപെട്ട് ഇവിടെ വേക്കൻസി തുറന്നില്ലേ? ഹല്ലേലൂയ പറ. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലുകള് പുറകോട്ടിറങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ദൈവത്തിന്റെ ഇടപെടലുകൾ ഓർപ്പിക്കാനാണ് ഇവരെ ശേഖേമിൽ കൂട്ടിയിരിക്കുന്നത്. സ്തോത്രം. ശേഖേമിൽ ഇവരെ, ഈ ദൈവം നല്ലതല്ലേ? 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു കേട്ടോ, ഞാനും എന്റെ കുടുംബവുമോ എന്താ കാര്യം? ഞങ്ങൾ ഇന്ന് ഭൂമിയുടെ മണ്ണിൽ ജീവിച്ചിരിക്കുന്നത് ഈ ദൈവത്തിന്റെ ഇടപെടലാ. ഇല്ലെങ്കിൽ ഫറവോൻ ഞങ്ങളെ എന്ത് ചെയ്തേനെ? ചെങ്കടലിന്റെ തീരത്ത് വെച്ച് ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞേനെ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരിക്കലും ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തില്ലായിരുന്നു. അടിമച്ചങ്ങല പൊട്ടിച്ചതും ചെങ്കടൽ ഇക്കര കയറ്റിയതും ദൈവത്തിന്റെ ഇടപെടലാ. അതുകൊണ്ട് ജോഷുവ പറയാ, ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ ഈ യഹോവയെ ആരാധിക്കും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ദൈവം ഇടപെട്ട മെത്തേഡ് കണ്ടോ? നമുക്ക് ആ മെത്തേഡ് ഒന്ന് നോക്കാം. ദൈവം ഇടപെട്ട രീതികള്. അതിന്റെ 5-ാമത്തെ വാക്യം വായിച്ചേ. പിന്നെ ഞാൻ മോശയും അഹരോനെയും അയച്ചു. ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു. അതിന്റെ ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് നിങ്ങൾ കടലിനരികെ എത്തി. മിസ്രൈമ്യർ രഥങ്ങളോടും കുതിരകളോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളുടെ പിതാക്കന്മാരെ പിന്തുടർന്നു. അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ അവൻ നിങ്ങൾക്കും മിസ്രൈമ്യർക്കും മധ്യേ അന്ധകാരം വെച്ചു കടൽ അവരുടെ മേൽ വരുത്തി അവരെ പറഞ്ഞു കേട്ടോ. ഞാന് അത്ഭുതകരമായി ഇടപെട്ടു. എങ്ങനെ? കർത്താവ് പറഞ്ഞു കേട്ടോ, ഞാന് അന്ധകാരമയച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണ് ഇരുട്ടാക്കി കളഞ്ഞു. അവന് ഫറവോന്റെ സൈന്യവും ഫറവോനും വന്നപ്പോൾ ദൈവം അവരുടെ അടുക്കലേക്ക് ഇരുട്ടിനെ അയച്ചു, ഇസ്രായേലിന്റെ സ്ഥലത്ത് പ്രകാശവും. അങ്ങനെ ഒറ്റ വാക്കി ഞാൻ പറയാം, ശത്രുവിന്റെ കണ്ണിന്റെ കാഴ്ചയെ ദൈവം അടച്ചു കളഞ്ഞു. അതുകൊണ്ടാ ഇക്കര കയറാൻ പറ്റിയത്. ഹല്ലേലൂയ പറഞ്ഞേ. ഫറവോൻ അങ്ങ് അന്ധകാരത്തിലായിപ്പോയി. ഫറവോന്റെ ആയുധങ്ങൾ എടുക്കാൻ കണ്ണ് കാണത്തില്ല. സ്തോത്രം. ഫറവോന്റെ കുതിരയ്ക്ക് മുമ്പോട്ട് വരാൻ മേല. ചെങ്കടലിൽ വന്നിറങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി നിന്നിട്ട് ഇസ്രായേലിന് മുൻവശത്ത് ഇസ്രായേലിന് വെളിച്ചവും പുറയിൽ എന്ത് ചെയ്തു? ഇരുട്ടും. ദൈവവൈദ്യനെ നീ അറിഞ്ഞോ? നിനക്കെതിരെ വന്ന ശത്രുവിന്റെ കണ്ണ് അന്ധകാരമാക്കിക്കൊണ്ട് ദൈവം പ്രതികൂലത്തെ ജയിക്കാൻ നിനക്ക് അവസരം ഒരുക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ അത്ഭുതകരമായി ദൈവം നമുക്ക് വേണ്ടി ഇടപെട്ടു. ഇന്നിവിടെ ഇരിക്കുന്നതിന്റെ കാര്യം എന്താണ്? പലരുടെയും കണ്ണിന്റെ കാഴ്ച ദൈവം അടച്ചത് കൊണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് കേറിപ്പോണ്ട അവസ്ഥ വന്നേനെ. ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കെതിരായിട്ട് വന്ന് നമ്മളെ തകർക്കാൻ വന്ന, നമുക്കെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ വന്ന ഫറവോനെയും കൂട്ടരെ അന്ധകാരത്തിൽ മൂടിക്കളഞ്ഞു ദൈവം. കണ്ണു കാണത്തില്ല. ഇസ്രായേല് വെട്ടത്തൂടി അക്കരെ കയറുമ്പോൾ ഇവർ ഇരുട്ടത്ത് കിടന്ന് എന്ത് ചെയ്തു? കണ്ടോ എത്ര അത്ഭുതകരമായി ദൈവം ഇടപെട്ടു.
ആർക്കും ഒരു ജാതിക്കും ഇടപെടാത്ത നിലയിൽ ദൈവം ഇടപെട്ടത് കൊണ്ടാണ് ഇസ്രായേൽ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചെങ്കടലിൽ എല്ലാം കൂടെ ചത്തൊടുങ്ങിയേനെ. ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ പറയുന്നു, നിനക്ക് വന്ന രോഗത്തിന്റെ മധ്യത്തിൽ ദൈവം ഇടപെട്ടു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മരണത്തിന്റെ സ്റ്റേജിൽ ദൈവം ഇടപെട്ടു. ആമേൻ. നിനക്ക് വഴികൾ അടഞ്ഞെടുത്ത് ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. വിസ കിട്ടത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്. ജോലി കിട്ടുകയില്ലെന്ന് പറഞ്ഞെടുത്ത് ഇടപെട്ടു. ആമേൻ. എനിക്കിവിടെ നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം ഇടപെട്ടു. എത്രയോ അത്ഭുതകരമായി ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇടപെട്ടു. ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. യേശുവിന്റെ രക്തത്താൽ ജയം. എല്ലാരും കൈയടിച്ച് ആരാധിക്കാം, കരങ്ങളടിച്ച് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ ജയം. ശക്തമായി കണ്ണടച്ച് ആരാധിച്ച് ബ്രദറെ കൈയടിച്ച് ആരാധിക്കാൻ. യേശുവേ നന്ദി. സംസാരംഭം രക്ഷാരംഭം. കണ്ടോ? എല്ലാരും വിളിച്ച് ശേഖേമിൽ നിർത്തി കേൾപ്പിക്കുക. ദൈവം ഇടപെട്ട കാര്യങ്ങള് പുറകോട്ട് നോക്കിക്കേ. സ്തോത്രം. ഇടയ്ക്ക് ജോലി പോയപ്പം എന്നെ വിളിച്ചു പറഞ്ഞ ഭാഷ ജോലി പോയി. ഞാൻ പറഞ്ഞില്ല, ദൈവം ഇടപെടും. കർത്താവ് ഇടപെട്ട് വീണ്ടും വിസ കിട്ടി. സ്തോത്രം. കർത്താവ് ഇടപെട്ട് സാലറി കിട്ടി. ചിലർക്ക് സാലറി കർത്താവ് ഇടപെട്ട് കൂട്ടി കിട്ടി സാലറി. സ്തോത്രം പറഞ്ഞ് അവിടെ ജോലി ദൈവം ഇടപെട്ടു. ഈയിടെ നമ്മുടെ ഭാഷയുടെ ജോലി ദൈവം ഇടപെട്ടില്ലേ? കൂടെ നിന്നവൻ പോയി. പക്ഷെ ഇദ്ദേഹത്തെ എന്ത് ചെയ്തില്ല. ആമേ. സ്തോത്രം പറഞ്ഞ് ദൈവത്തിന്റെ ഇടപെടലാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്നു. ഓർക്കണം. അപ്പോൾ മരുഭൂമി കയറിയപ്പോൾ ആഹാരമില്ല, കഴിക്കാനൊന്നുമില്ല, എല്ലാം തീർന്നു. ഉടുക്കാൻ വസ്ത്രമില്ല. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് മാത്രമേ ഉള്ളൂ. കാലയിൽ ഇടാൻ ചെരുപ്പില്ല. സ്തോത്രം. ദൈവം ഇടപെട്ടു. അവിടെ എഴുതിയിരിക്കുന്നത് ഡെയിലി മന്ന. ഡെയിലി മന്ന. ഒറ്റ വാക്കിൽ അർത്ഥം ഞാൻ പറയുന്നു. ദൈവം ഇടപെട്ടത് കൊണ്ടാണ് ദാരിദ്ര്യമില്ലാതെ ആമേൻ ആഹാരം കഴിച്ചത്. സ്വത്രം പറഞ്ഞ് ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മരുഭൂമിയിൽ പട്ടിണി കൊണ്ട് ചത്തുപോയേനെ. അതുകൊണ്ട് ഈ രാത്രി ഞാൻ പറയുന്നു, ദൈവം ഇടപെട്ട് ഇന്ന് വരെ നമ്മുടെ ഭവനത്തിൽ ദാരിദ്ര്യം വന്നിട്ടുണ്ടോ? ഒരു നേരത്തെ ആഹാരം വന്നിട്ടുണ്ടോ? കുറവ് വന്നിട്ടുണ്ടോ? സ്വത്രം. ദൈവം ഇടപെട്ടു. ചില ഒരു 3-4 വർഷങ്ങൾക്ക് കുറെ ആഫ്രിക്കയിലെ ഈ മണ്ണ് തെള്ളി എടുത്തിട്ട് ആ മണ്ണ് അടുപ്പേ വെച്ച് തിളപ്പിച്ച് പഞ്ചസാര ഇട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. ആഹാരം ഇല്ലാഞ്ഞിട്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിൽ പട്ടിണിയുണ്ടോ? അന്നോളം ഇസ്രായേലിന് ഡെയിലി മന്ന കൊടുക്കുന്ന പോലെ നമുക്കുള്ളത് ഡെയിലി നമ്മുടെ ഭവനത്തിൽ അവൻ എത്തിക്കുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞ് ഇസ്രായേല് ദാരിദ്ര്യം മാറി ഡെയിലി ആഹാരം കഴിക്കുന്നവന്റെ ഇടപെടല. വസ്ത്രം ഉടുക്കുന്നത് ദൈവത്തിന്റെ ഇടപെടല. കാരണം അവരുടെ വസ്ത്രം പഴകുന്നില്ല. ആമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇടപെട്ടത് കൊണ്ട് ആഹാരത്തിന് ക്ഷാമം വന്നില്ല. ദൈവം ഇടപെട്ടത് കൊണ്ട് വസ്ത്രത്തിന് ക്ഷാമം വന്നില്ല. ദൈവം ഇടപെട്ടത് കൊണ്ട് ചെരുപ്പിന് ക്ഷാമം വന്നില്ല. ദൈവം ഇടപെട്ടത് കൊണ്ട് കിടക്കാൻ സ്ഥലം ആരും ഇസ്രായേലിന് വിലക്കിയില്ല. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തില് ഇതുവരെ നമ്മുടെ ആഹാരത്തിൽ ദൈവം ഇടപെട്ടു, നമ്മുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു, നമുക്കുള്ള സകല വിഷയത്തിലും ദൈവത്തിന്റെ ഇടപെടൽ. സ്വത്രം. അതാ യോശുവ പറയുന്നത്, 40 വർഷം മരുഭൂമിയിലൂടെ നടത്തുക, ദൈവം ഇടപെടുന്നു. ആമേ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പലരോടും നാട്ടിൽ നിന്ന് ഇവിടെ വന്നത് എങ്ങനെയാ? ദൈവം ഇടപെട്ട് കൊണ്ടുവന്നു അല്ലേ? ഇവിടെ എങ്ങനെയാ വഴി തുറന്നത്? ദൈവം ഇടപെട്ട് തുറന്നതല്ലേ? സ്വത്രം. ഇവിടെ 10-25 വർഷമൊക്കെ ജോലി ചെയ്ത ആൾക്കാരെ ഇവിടുന്ന് കയറിപ്പോകുമ്പോൾ ഇന്നലെ വന്നവർക്ക് ഇവിടെ വഴി തുറന്നു.
ഇതെങ്ങനെ വന്നു? നമ്മളൊരു കമ്പനിയിലെ വർഷങ്ങളോളം ജോലി ചെയ്ത എക്സ്പീരിയൻസ് നമുക്കില്ലാതിരുന്നിട്ടും അതിനുള്ളതായ എക്സ്പീരിയൻസോ തഴക്കമോ പഴക്കമോ ഇല്ലാഞ്ഞിട്ടും ചിലർക്ക് ഇവിടെ വഴി തുറന്നു. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ ഇടപെടല. ദൈവത്തിന്റെ ഇടപെടല. അതുകൊണ്ട് ഓരോ ദിവസവും കിടന്നുറങ്ങുമ്പോൾ ഓർത്തോളൂ, ഒടേതമ്പുരാന്റെ ഇടപെടല ഞാൻ ഈ ബഹറിൽ നിൽക്കുന്നത്. അത് മറന്നു പോകരുത്. അതാ യോശുവ ഓർപ്പിക്കുന്നത്. കാരണം ഈ ജനം മറക്കുന്നവരാ. ഈ ജനം ദൈവത്തെ മറക്കും. അത് മറക്കാതിരിക്കാനാണ് യോശുവ റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് എല്ലാരെയും വിളിച്ച് നിർത്തിയിട്ട് ദൈവത്തിന്റെ ഇടപെടൽ യോശുവ ഓർപ്പിക്കുക. അതുകൊണ്ട് ഞാനും ഈ വെള്ളിയാഴ്ച ഓർപ്പിക്കുക, കുഞ്ഞെ, ഇന്ന് വരെ നിന്നത് ദൈവത്തിന്റെ ഇടപെടല കേട്ടോ. രോഗം വന്നു, വിട്ടുമാറാത്ത രോഗം വന്നു, ജോലി പോകേണ്ട സാഹചര്യം. ഇവിടെ ഇരുന്ന നമ്മുടെ സോച്ചാന്റെ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞ് 2 പ്രാവശ്യം പുള്ളിക്ക് കേസ് വന്നു. ദൈവം ഇടപെട്ട് വെളിയിലിറക്കി. അനേക പ്രാവശ്യം ജോലി പോകുന്ന സ്റ്റേജ് വന്നു. അവിടെയെല്ലാം ദൈവം ഇടപെട്ടു. ജോലി ചെയ്യാൻ കഴിയാത്ത നിലയില് പുള്ളി രോഗിയായി. അവിടെ ദൈവം ഇടപെട്ടു. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എടുത്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എത്രയെത്രയോ സന്ദർഭങ്ങളിൽ ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ കാണുകയില്ല കേട്ടോ. ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് ഇനിയും ദൈവം ഇടപെട്ട ചില ഇടപെടലുകള് നമുക്ക് നോക്കാം. അതിന്റെ 8ാമത്തെ വാക്യം തൊട്ട് വായിച്ച്. പിന്നെ നിങ്ങളെ യോർദാൻ അക്കരെ പാർത്തിരുന്ന അമോര്യരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവൻ നിങ്ങളോട് യുദ്ധം ചെയ്തു. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കേണ്ടതിന് ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങളുടെ മുൻപിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു. അനന്തരം സിപ്പോരിന്റെ മകൻ മോവാബി രാജാവ് പറഞ്ഞു കേട്ടോ, നിങ്ങൾ ശത്രുക്കളെ ജയിച്ചതല്ല, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത് കൊണ്ട് ജയിച്ചതാ. സ്വത്രം പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവമതില് ഇന്ന് വരെയുള്ള പ്രതികൂലത്തെ നീ ജയിച്ചതല്ല, ദൈവം ഇടപെട്ട് നിനക്ക് ജയം തന്നതാണ്. ഹല്ലേലൂയ പറഞ്ഞേ. യോശുവ ദൈവം പറയാണ്, അമോന്യരെ ഒന്നും നിങ്ങൾ ജയിച്ചല്ല, ഞാൻ കൊണ്ട നിങ്ങളുടെ കൈ തന്ന, അങ്ങനെ നിങ്ങൾ ജയിച്ചതാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ നാളിൽ ആഞ്ഞടിച്ച ഓരോ പ്രതികൂലത്തെയും ജയിച്ച് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ജയിച്ചതല്ല, ദൈവം ഇടപെട്ട് ജയം തന്നതാണ്. ഹല്ലേലൂയ പറഞ്ഞ് യോശുവ ഓർപ്പിക്കുകയാണ്, ഞാൻ അവരെ ഈ അമോന്യ മറ്റുള്ളവരെ എല്ലാം നിങ്ങൾക്ക് ജയം ഒരുക്കി തന്നിട്ട് നിങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, കഴിഞ്ഞ നാളിൽ ആഞ്ഞടിച്ച വീണു പോകേണ്ടവര്, തകർന്നു പോകേണ്ടവര്, പരാജയപ്പെട്ടു പോകേണ്ടവര്, തോറ്റു പോകേണ്ടവര് അതിനെ ജയം. നമ്മളാരും നമ്മുടെ കഴിവുകൊണ്ട് ജയിച്ചതല്ല. അതാണ് കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. 10ാമത്തെ വാക്യം വെച്ച്. 10ാമത്തെ. എങ്കിലും എനിക്ക് ബിലയാമിന്റെ അപേക്ഷ കേൾപ്പാൻ അറിയാവോ? ബിലയാം ശപിക്കാൻ വന്നതാ. ബാരാക്ക് എന്തിനു കൊണ്ടുവന്നതാ? ശപിക്കാൻ. കർത്താവ് പറഞ്ഞു കേട്ടോ, ഞാൻ അവനെ കൊണ്ട് അനുഗ്രഹിപ്പിച്ചു. സ്വത്രം പറഞ്ഞ് പലപ്പോഴും നിന്നെ ശപിക്കാൻ വേണ്ടിയും ശാപം നിന്നെ കാത്തു കിടന്നപ്പോൾ ആ ശാപത്തെ ദൈവം ഇടപെട്ട അനുഗ്രഹമായി. ബിലയാമിനോട് പറഞ്ഞു, ഞാൻ പറയുന്നത് അവിടെ ചെന്ന് ശപിക്കാൻ വിളിച്ചോണ്ട് പോയതാ. ബിലയാം അവിടെ ചെന്നിട്ട് എന്താ കാര്യം? ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടു. ദൈവമൈലേ പലപ്പോഴും ജീവിതത്തിൽ ശാപം സ്ഥലത്ത്, ദോഷങ്ങൾ വരേണ്ട സ്ഥലത്ത്, പലപ്പോഴും നാശം വരേണ്ട സ്ഥലത്ത് ദൈവം ഇടപെട്ട് അതിനെ അനുഗ്രഹമാക്കി കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞ് അതെല്ലാം ദൈവത്തിന്റെ ഇടപെടലുകളാണ്. അതെല്ലാം ദൈവത്തിന്റെ ഇടപെടലുകളാണ്. ദൈവം പറയാണ്, ബിലയാമിനെ കൊണ്ട് ഞാൻ നിങ്ങളെ ശപിക്കാൻ ഇടയാക്കിയില്ല, ഞാൻ അവിടെ അനുഗ്രഹിച്ചു. സ്തോത്രം. ചുരുക്കി പറയുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, വേറെ ഒരു ഭാഗത്ത് ദൈവം കടന്നല്ലിനെ വിട്ട് യുദ്ധം ചെയ്തു, തേനീച്ചയെ വിട്ട് യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ വിടിവിച്ചു. സ്തോത്രം പറഞ്ഞേ. അങ്ങനെ എവിടെയെല്ലാം ദൈവം ഇടപെട്ട്, എത്ര അറബികളുടെ മുമ്പിൽ, ഓഫീസുകളില്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത്, നമുക്കെതിരെ വന്ന പ്രതികൂലത്തില്, നമ്മളോട് മത്സരിച്ചതായിരിക്കുന്ന ശത്രുവിന്റെ നടുവില് അവിടെയെല്ലാം ദൈവം ഇടപെട്ട് നമുക്ക് ദൈവം ഇത്രത്തോളം ജയം തന്നു.
ഹല്ലേലൂയ പറ. ദൈവത്തിന്റെ ഇടപെടൽ. എന്നിട്ട് ജോഷുവ ചോദിച്ചു 15-ാമത്തെ വാക്യത്തിൽ, ഈ ദൈവം നല്ലതല്ലേ? ഇനി 15-ാമത്തെ വാക്യം വായിച്ച്. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആ. നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവീൻ. യോശുവ പറ, ഇന്ന് തെരഞ്ഞെടുത്തോ. ഈ ദൈവം നല്ലതല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പൊക്കോ. എന്നാൽ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സ്വത്രം പറഞ്ഞ്, ഈ ബഹറിൽ കൊണ്ടുവന്ന ദൈവം നല്ലതല്ലേ? ജോലിയിൽ ഇടപെട്ട ദൈവം നല്ലതല്ലേ? വിസ അടിക്കാൻ വന്ന സമയത്ത് ഇടപെട്ട ദൈവം നല്ലതല്ലേ? പൈസ ഇല്ലായിരുന്ന സമയത്ത് ആ സാമ്പത്തിക വിഷയത്തിൽ ഇടപെട്ട ദൈവം നല്ലതല്ലേ? രോഗം വന്നപ്പോൾ ഇടപെട്ട ദൈവം നല്ലതല്ലേ? പ്രതികൂലം വന്നപ്പോൾ ഇടപെട്ട ദൈവം നല്ലതല്ലേ? ഈ ദൈവം നല്ലതല്ലെങ്കിൽ പുറകോട്ട് പൊക്കോ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ രാത്രി തീരുമാനിച്ച് 2025 ഞങ്ങൾ കുറെ കൂടെ ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കും. ഈ ദൈവത്തിന്റെ ഇടപെടൽ ഇനി ഇവർക്ക് ഈ നന്മ ഉണ്ടായതെല്ലാം ദൈവത്തിന്റെ ഇടപെടല. ആഹാരം സമൃദ്ധിയായവർക്ക് ലഭിക്കുന്നത് ദൈവം ഇടപെട്ട് പൊഴിയുന്ന മന്നായാണ്. വസ്ത്രം സമൃദ്ധിയായവർ ധരിക്കുന്നത് ദൈവം ഇടപെട്ടവരുടെ വസ്ത്രം പഴകാതെ വണ്ണം ദൈവം അത്ഭുതം ചെയ്യുന്നത് കൊണ്ടാണ് അവർ 40 വർഷം വസ്ത്രം ധരിച്ചത്. അവർ ചെരുപ്പിട്ടത് ദൈവം ഇടപെട്ട് അവിടെ അത്ഭുതം ചെയ്തത് കൊണ്ടാണ്. അങ്ങനെ ഇന്നു വരെ നിന്റെ വസ്ത്രം, ആഹാരം, നമ്മുടെ എല്ലാ ഇടപാടുകളിലും ദൈവം ഇടപെട്ടാണ് ഇന്നു വരെ നമ്മൾ സമൃദ്ധിയായി എത്തിയത്. ഹല്ലേലൂയ പറഞ്ഞ്, ദൈവം നമുക്ക് വേണ്ടി ഇടപെടാത്ത ഒരു മേഖലകളുമില്ല. ഹല്ലേലൂയ പറഞ്ഞ്, ഈ ദൈവത്തെ നമുക്ക് എത്രമാത്രം ആരാധിക്കണം, എത്രമാത്രം നന്ദി പറയണം. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഇടപെട്ടത്. ഹല്ലേലൂയ. ഇനിയും ദൈവത്തിന്റെ ചില പ്രത്യേക ഇടപെടലൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം കേട്ടോ. ആമേ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ 11-ാമത്തെ വാക്യം തുടങ്ങി വായിച്ച്. പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് എരിഹോവിലേക്ക് വന്നു. എരിഹോ നിവാസികൾ അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു. ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. എത്ര ശത്രു ഉണ്ടായിരുന്നു? 9 കൂട്ടം. ഹിവ്യര്, ഹിത്യര്, കനാന്യര്, പെലസ്ത്യര്, അമോന്യര്, 9 കൂട്ടം ശത്രുക്കൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നു. ഞാൻ ഇടപെട്ട് നിങ്ങൾക്ക് ജയം ഒരുക്കി തന്നു. ഹല്ലേലൂയ പറഞ്ഞ്, ദൈവവൈതലേ, എത്രയോ എതിർപ്പുകൾ വന്നു, എത്രയോ ശത്രു നിനക്കെതിരെ ജോലിയിൽ വന്നു. അല്ലാത്ത സമയത്ത് നാട്ടിൽ ഇവിടെയൊക്കെ ആയിട്ട് എത്ര പ്രാവശ്യം പിശാചിന്റെ എതിർപ്പ്, മനുഷ്യന്റെ എതിർപ്പ്, ശത്രുക്കളുടെ എതിർപ്പുകൾ, അവിടെയെല്ലാം ദൈവം ഇടപെട്ട് ജയം കൊടുത്തു. കർത്താവ് പറയാണ്, ഈ ജാതികളെയെല്ലാം നിങ്ങൾ ജയിച്ചതല്ല, ഞാൻ ഇടപെട്ട് നിങ്ങൾക്ക് ജയം ഒരുക്കി തന്നതാണ്. ആമേൻ. എത്ര അത്ഭുതകരമായി ശത്രുവിന്റെ മേൽ ജയം തന്നു. ശത്രുവിന്റെ മേൽ ജയം തന്നു ദൈവത്തിന്റെ ഇടപെടൽ കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ശക്തിയല്ല, ഈ പ്രതികൂലത്തെയൊക്കെ ജയിച്ചിവിടെ നിൽക്കാൻ കഴിയുന്നതിന്റെ രഹസ്യം ദൈവത്തിന്റെ ഇടപെടലാണ്. ദൈവത്തിന്റെ ഇടപെടലാണ്. വീട്ടിൽ പോരുന്ന എത്ര കൂട്ടമുണ്ടെന്ന് എണ്ണണം കേട്ടോ. ആമേ, അവരെ കണക്ക് പറയുന്നുണ്ട്. ഇനി എന്റെ 12-ാമത്തെ വാക്യം വായിച്ചേ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. ഇവർക്ക് ജയിക്കാൻ പറ്റാത്ത വിധം ശക്തരായ 2 രാജാക്കന്മാരും അവരുടെ പട്ടാളവും വന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? കടന്നെല്ലിനെ അയച്ച് കടന്നെല്ല് കുത്തി അവർ ഓടിപ്പോയി. എന്നിട്ട് ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ടത് വലിയ അത്ഭുതകരമായ ഇടപെടലുകള്, അസാധ്യമായ ചില ഇടപെടലുകള്, ഇന്നുവരെയും പലരും കേട്ടിട്ടില്ലാത്ത ചില ഇടപെടലുകള്, കണ്ടിട്ടില്ലാത്ത ചില ഇടപെടലുകള്. കടന്നെല്ലിന് വിട്ട് രാജാക്കന്മാരെ സൈന്യത്തെ ഇവരുടെ മുമ്പിൽ ഓടിച്ച് ദൈവം അവർക്ക് ജയം കൊടുത്തു. പറഞ്ഞ്, ഈ രാത്രി തുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ, ദൈവം നമുക്കൊരുക്കിയ ചില അത്ഭുതകരമായ വിടുതലുകൾ, എത്ര അതിശയകരമായ വിടുതലുകളെ.
ഹല്ലേലൂയ പറഞ്ഞ് നമ്മൾ വാളെടുക്കാനോ യുദ്ധം ചെയ്യാനോ പോരാടാനോ ഒന്നും ദൈവം ഇടയാക്കിയില്ല. അതിനു മുമ്പേ നമ്മുടെ മുമ്പിൽ നിന്ന് ശത്രുവിനെ ദൈവം ഓടിച്ചു. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ. ദൈവം തന്ന ജയമാണ് ഇന്നുവരെയും ജീവനോടെ ഇരിക്കുന്നത്. ദൈവം ഒരുക്കി തന്ന ജയമാണ് കേട്ടോ, മറക്കരുത്. ഇനിയും ദൈവം തന്ന അനുഗ്രഹങ്ങൾ കേട്ടോ, ചില നന്മകളോടെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാം. 13-ാമത്തെ വാക്യം തുടങ്ങി വായിച്ചേ. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടെ. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം, നിങ്ങൾ വെട്ടിയിട്ടില്ലാത്ത കിണറുകൾ, നിങ്ങൾ വെച്ചിട്ടില്ലാത്ത വീട്. ഞാനൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിലെ നമ്മുടെ പിതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഷെയർ ഉണ്ടോ? ഇന്ത്യക്കാരും ഇവിടെ നിന്ന് കമ്പനി നടത്തുന്നുണ്ടോ? ചുരുക്കം ചിലർ അല്ലേ. പ്രൈസ്. ഓർക്കണം, ഇത് അറബികളുടെ രാജ്യമാണ്. അവരുടെ അപ്പന്മാരുണ്ടാക്കിയ സ്വത്താണ്, അവരുടെ പിതാക്കന്മാരുണ്ടാക്കിയ സ്വത്താണ്. ആ സ്വത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്നു. നമ്മള് വെക്കാത്ത വീട്. സ്വത്രം പറഞ്ഞ് നമ്മുടെ പിതാക്കന്മാരാരും സ്ഥലം മേടിക്കുകയോ ഇവിടെ വീട് പോലും നമുക്ക് വെച്ചില്ല. പക്ഷെ അവര് വെച്ച വീട്ടിൽ നിന്ന് കിടക്കുന്നത് നമ്മളാ. വെക്കാത്ത വീട്. നമ്മളിവിടെ വന്ന് കിണർ വിട്ടിയോ? സ്വത്രം പറഞ്ഞ് അറബികളാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വെള്ളം കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ വെട്ടാത്ത കിണറും നമ്മുടെ പിതാക്കന്മാർ വെക്കാത്ത വീടും, നമ്മുടെ പിതാക്കന്മാരാരും കാശ് കൊടുത്ത് വണ്ടിയൊന്നും മേടിച്ചില്ല. ഇവിടെ അറബിയുടെ പിതാക്കന്മാർ മേടിച്ച കമ്പനിയുടെ വണ്ടിയും, സ്വത്രം പറഞ്ഞ് അങ്ങനെ വെട്ടാത്ത കിണറും വെച്ചിട്ടില്ലാത്ത വീടുകളും ഒക്കെ ദൈവം നമുക്ക് ഇടപെട്ട് തുറന്നു തന്നു. ദൈവം പറയാ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക നന്മകളും മുഴുവനും ഞാൻ ഇടപെട്ടതാണ്. മുന്തിരിത്തോട്ടം നിങ്ങളുടെ പിതാക്കന്മാരുടേതല്ല, അതാ അവരുടേതാ, കനാന്യരുടേതാ. അവരധ്വാനിച്ചുണ്ടാക്കിയതാ, അവര് വെച്ചതാ. അത് ഇന്ന് അനുഭവിക്കുന്നത് നിങ്ങളാണ്. ഹല്ലേലൂയ പറഞ്ഞ് ദൈവമക്കളെ, ഇവിടുത്തെ സാമ്പത്തികവും ഇവിടുത്തെ നന്മകളും ഈ രാജ്യത്തിൻ്റെതും ഇവിടുത്തെ ആൾക്കാരുടേതുവാ. എന്നാൽ നമ്മൾ വെട്ടാത്ത ആ കിണറ്റിന്ന് വെള്ളം ഇന്ന് കുടിക്കാൻ ദൈവം ഇടപെട്ട് നമുക്ക് തുറന്നു തന്നു. നമ്മൾ വെക്കാത്ത വീട്ടിൽ കിടക്കാൻ നോക്കിക്ക. AC ഒക്കെ കണ്ടോ? നമ്മുടെ പിതാക്കന്മാർ ആരെങ്കിലും ഒന്നും ഇവിടെ ഫ്ലാറ്റ് പണിതോ? ഹല്ലേലൂയ പറഞ്ഞ് ഞാനിവിടെ വരുമ്പോഴത്തേന് ജുഫേറിലെ റൈറ്റ് സൈഡിൽ നമ്മള് മീന സൽമാൻ കഴിഞ്ഞ് അല്പം കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ റൈറ്റിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്. അവിടെ ഈ നേവിയുടെ ഇതാ, അവിടെ ആ സൈഡിലായിട്ട് ഒരു 5-8 വീടുണ്ട്. ആ 8 വീട്ടിൽ വന്ന് AC ഇല്ല. അറബികൾ അവിടെ താമസിക്കുന്നത്. അവർ പാട്ടൊക്കെ പിറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് ഏഷ്യൻ സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അതിനകത്തൊരു ഏഷ്യൻ സ്കൂളുണ്ട്. സ്വത്രം. അപ്പൊ ഞാൻ രാവിലെ പോകുമ്പോൾ ഞാൻ നോക്കും, ആ വീട്ടിലൊന്നും AC ഇല്ല. സ്വത്രം. ഇവിടുത്തെ അറബികൾ പാട്ട പെറുക്കി നടക്കുമ്പോഴും AC ഇല്ലാതെ കിടക്കുമ്പോഴും നമ്മളിവിടെ വെട്ടാത്ത കിണറും വെക്കാത്ത വീടും സമ്പത്തും ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യുക. കർത്താവ് പറഞ്ഞു കേട്ടോ, കനാൻ ദേശത്തെ ഇവിടുത്തെ മുന്തിരിത്തോട്ടം ഞാൻ നിങ്ങൾക്ക് തന്നു, ഇവിടുത്തെ കിണർ ഞാൻ നിങ്ങൾക്ക് തന്നു, ഇവിടുത്തെ വീട് ഞാൻ നിങ്ങൾക്ക് തന്നു, ഇവിടുത്തെ സാമ്പത്തികം ഞാൻ നിങ്ങൾക്ക് തന്നു. അങ്ങനെ ഇന്ന് രാത്രി ഓർത്തു, 10, 400, 500 ഒക്കെ മാസം നാട്ടിലോട്ട് അയക്കുമ്പോൾ ഇത് നമ്മുടെ പണമേ അല്ല. സ്വത്രം പറഞ്ഞ് നമ്മുടെ നന്മയല്ല, ഇത് ഇവിടുത്തെ നന്മയാണ്. അങ്ങനെ നമ്മുടെ നന്മയല്ലാത്ത നന്മ ദൈവം നമുക്ക് തന്നു. നമ്മുടെ വീടല്ലാത്ത വീട് നമുക്ക് തന്നു. നമ്മുടെ വെള്ളമല്ലാത്ത വെള്ളം, നമ്മുടെ കിണറല്ല, നമ്മുടെ മുന്തിരിത്തോട്ടമല്ല. അങ്ങനെ ദൈവം നമ്മുടെ അനുഗ്രഹങ്ങളിൽ ഇടപെട്ടു. ഇത്രത്തോളം നമ്മൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ ഇടപെടല. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. യേശുവേ നന്ദി. മുൻപോട്ട് കയറി എല്ലാവരും കൂടെ അല്പം കൂടെ മുൻപോട്ട് കയറി നിൽക്കുകയും ആരും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയോ കുട്ടികൾ ആരും ഇതിനകത്ത് ഓടുകയോ